സാധാരണക്കാരുടെ സ്വരമായിട്ടുള്ള കർമ്മ ന്യൂസ് വലിയ മാറ്റങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കും. കർമ്മ ന്യൂസ് എന്ന് പറയുമ്പോൾ ഒരു പേടി അവിടെ കിടപ്പുണ്ട്. അത് അതെങ്ങനെയാ ഒരു പേടി ഉണ്ടായത്? അതായത് ഒരു ഒരു ചാനലിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് ഞങ്ങൾ ഗുണ്ടായിസൊന്നും കാണിക്കാറില്ല, ഗുണ്ടകളെ ഭയമില്ല. ഞാൻ മുന്നേ പറഞ്ഞു, ബ്ലാക്ക് മെയിലിംഗ് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറഞ്ഞു നടക്കാറുണ്ട് കർമ്മേനെ പറ്റിയിട്ട്. ഈ ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞ പദം ഇപ്പോഴും എനിക്ക് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ആരും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോകാറുമില്ല, ഞങ്ങളത് ചെയ്തിട്ടുമില്ല. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന രീതി ഞങ്ങൾക്കില്ല. ഞങ്ങൾ അത്യാവശ്യം നട്ടലുള്ള, അത്യാവശ്യം ചങ്കൂറ്റുള്ള ആൾക്കാരാണ്. മൂല്യച്യുതി വന്ന എല്ലാ ജേർണലിസ്റ്റുകളും ഒന്ന് കരുതിയിരിക്കണം നല്ലതാണ്. കാരണം മൈ ടീം ഈസ് വെരി പവർഫുൾ. ഞങ്ങളുടെ ഫാൻ ബേസ് എടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാർ ഹൃദയം തന്ന ഒരു ചാനലാണ് കർമ്മ ന്യൂസ്. അതായത് സ്വപ്ന സുരേഷ് ഞങ്ങളുടെ EB ആണ്, എക്സിക്യൂട്ടീവ് ബിസിനസ് അഡ്മിനിസ്ട്രേറ്ററാണ്, സൗത്ത് ഇന്ത്യയുടെ ചാർജാണ്. കേരളത്തിലെ ഒരു പെണ്ണുങ്ങൾക്കും സ്വപ്നയോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, സച്ച് എ പ്രൊഫഷണൽ. അപ്പോൾ കർമ്മ ന്യൂസിലേക്ക് എടുത്തത് ഒരു പ്രൊഫഷണൽ ആയതുകൊണ്ടാണ്. കർമ്മ ന്യൂസ് ഒരിക്കലും RSSനും BJPയും ഇന്ന് വരെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കർമ്മ ന്യൂസിന്റെ CEO ആയിട്ടുള്ള PR സോമദേവ് സാറാണ്. സാർ നമസ്തേ. നമസ്കാരം. സുഖമായിരിക്കുന്നു. എങ്ങനെ പോകുന്നു? സാറ്റലൈറ്റ് വേർഷനൊക്കെ തുടങ്ങാൻ പോകുന്നു കർമ്മ ന്യൂസ്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ, കാര്യങ്ങൾ? നന്നായി പോകുന്നു. കേരളത്തിൽ പുതിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, ന്യൂസ് സംവിധാനത്തിലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പിലാക്കുന്ന രീതിയിലാണ് ഞങ്ങൾ സജ്ജീകരിക്കുന്നത്. കർമ്മ ന്യൂസ് ഈസ് എ പോപ്പുലർ ബ്രാൻഡ്. പക്ഷെ എന്തുകൊണ്ടാണ് ഞങ്ങൾ സാറ്റലൈറ്റ് രംഗത്തേക്ക് വരേണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ക്യാച്ച് ലൈൻ തന്നെ വരുന്നത് ദ വോയിസ് ഓഫ് കോമൺ പീപ്പിളാണ്. അപ്പോൾ പൊതുജനം അവരെ തന്നെ സ്ക്രീനിൽ കാണുന്ന ഒരു രീതി അത് ഇപ്പോഴത്തെ മാധ്യമങ്ങളിലില്ല. പല ബിസിനസ്സുകാരും അതൊക്കെ കീഴടക്കി കഴിഞ്ഞു. അപ്പോൾ സാധാരണക്കാരുടെ സഹായത്തോടു കൂടി വലിയ രീതിയിലുള്ളൊരു ലോഞ്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് മൂല്യച്യുതി വന്ന ജേർണലിസത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് പൊതുജനത്തിന് വേണ്ട കൃത്യമായിട്ടുള്ള വാർത്തകൾ അവരിലേക്ക് എത്തിക്കുകയും വളരെ ശക്തമായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയും ഒരു ഇൻഫ്ലുവൻസും കൂടാതെ, അതായത് സീറോ ഗ്രാവിറ്റി, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കോ വ്യക്തികൾക്കോ ഒരു രീതിയിലും സ്വാധീനിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ കൊടുക്കാത്ത രീതിയിൽ ഒരു പുതിയൊരു കേരളത്തിന് വേണ്ടി മാധ്യമരംഗത്ത് എന്ത് ചെയ്യാം എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് സാറ്റലൈറ്റ് വെഞ്ചർ ലോഞ്ച് ചെയ്യുന്നത്. സാറ്റലൈറ്റ് വെഞ്ചർ ലോഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ മൂല്യച്യുതി വന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളും, അതായത് വാർത്താ ചാനലുകളും, മൂല്യച്യുതി വന്ന എല്ലാ ജേർണലിസ്റ്റുകളും ഒന്ന് കരുതിയിരിക്കണം നല്ലതാണ്. കാരണം മൈ ടീം ഈസ് വെരി പവർഫുൾ. അവരുടെ മൂർച്ചയുള്ള നാവ്, ആയുധമേന്തിയ ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു വേറൊരു ഫ്രേസാണ്. പക്ഷെ ഞങ്ങളുടെ ശൈലി എങ്ങനെയാണ്, ഞങ്ങൾ ആരും ഭയപ്പെടാറില്ല. വി ആർ കറേജിയസ്. ആർക്കും ഞങ്ങൾക്കെതിരെ വരാം. അധാർമികമെന്ന് തോന്നിയാൽ തുടച്ചു നീക്കി മുന്നോട്ട് പോകുന്ന ശൈലിയാണ് ഞങ്ങളുടെ. അതുകൊണ്ട് സാധാരണക്കാരുടെ സ്വരമായിട്ടുള്ള കർമ്മ ന്യൂസ് വലിയ മാറ്റങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കും. ഒരാൾക്കും ഞങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഏക ആളുകൾ പൊതുജനം മാത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2018 കർമ്മ ന്യൂസിൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2025 ആയപ്പോഴേക്കും ഒരു പോപ്പുലർ ചാനലായിട്ട് മാറിക്കഴിഞ്ഞൊരു കർമ്മ. ഇപ്പം എനിക്ക് തോന്നുന്നു വളരെ ഒരു യൂത്തിനോട് ചോദിച്ചാലും നമുക്ക് മനസ്സിലാവും കർമ്മ ന്യൂസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ കർമ്മ ന്യൂസ് എന്ന് പറയുമ്പോൾ ഒരു പേടി അവിടെ കിടപ്പുണ്ട്. അതെങ്ങനെയാ ഒരു പേടി ഉണ്ടായത്? അതായത് ഒരു ഒരു ചാനലിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ചാനലിന് സാർ തന്നെ പറഞ്ഞു കോമൺ പീപ്പിളിന് വേണ്ടി നിൽക്കുന്നതാണ് എന്നുള്ളത്. അപ്പൊ ഈ പേടി വരുമ്പോഴേക്കും ഒരു ചാനലിനെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യകതയെ കുറിച്ചാണ് ഞാൻ. ചാനലിനെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പേടിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും തമ്മിലെടുത്താൽ, ഇപ്പോൾ വലത് കൈയിൽ ഇഷ്ടപ്പെടുന്നവരും പേടിക്കുന്നവരും ലെഫ്റ്റ് ഹാൻഡിൽ ഞാൻ എടുത്താൽ ഇതിൻ്റെ വെയിറ്റ് ഇങ്ങനെ താഴ്ന്നു പോകും. പക്ഷെ ഇതിങ്ങനെ പൊങ്ങി നിൽക്കും. അത് എണ്ണത്തിൽ കുറവിൻ്റെ കാര്യങ്ങളല്ല പറയണത്. ഞങ്ങളെ ഭയപ്പെടണം ആരൊക്കെ? കറപ്ഷൻ ചെയ്യുന്നവർ, പൊതുജനത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവർ, അതുപോലെ കുതന്ത്രശാലികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ, അതുപോലെ മാഫിയ വർക്ക് നടത്തുന്ന ഗുണ്ടകൾ, പെൺവാണിഭം നടത്തുന്നവർ, റേപ്പിസ്റ്റുകൾ, ടെററിസ്റ്റുകൾ, മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നവർ, ഇവരൊക്കെ ഞങ്ങൾ ഭയപ്പെടണം. പക്ഷേ ഞങ്ങളുടെ ഫാൻ ബേസ് എടുത്തു കഴിഞ്ഞാൽ
സാധാരണക്കാർ ഹൃദയം തന്ന ഒരു ചാനലാണ് കർമ്മ ന്യൂസ്. അപ്പോൾ ഞങ്ങൾ ഭയപ്പെടുത്താറൊന്നുമില്ല, വേണ്ടി വന്നാൽ ഭയപ്പെടുത്തും ഈ പറയുന്ന ആളുകളെയൊക്കെ. ഒരു ഡ്രഗ് മാഫിയ തലവൻ വന്ന് ഞങ്ങൾക്കെതിരെ വാർത്ത ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗെറ്റ് ഔട്ട് എന്ന് പറയും. വലിയൊരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ വന്നിട്ട് പറയാണ് ഈ വാർത്ത പാടില്ല എന്ന് പറഞ്ഞാൽ പ്ലീസ് ഗെറ്റ് ഔട്ട് എന്ന് പറയും. വി ഹാവ് എ ട്രെമെൻഡസ് ഗട്ട്സ് കാണിച്ചാൽ ചിലപ്പോൾ ഉള്ളിൽ കള്ളത്തരമുള്ളവരൊക്കെ ഒന്ന് ഭയപ്പെട്ടു എന്ന് വരും. അത് സമൂഹത്തിന് നല്ലതല്ലേ? ഇപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ സാറ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആരെയും സെയിൻസിനെ ഉണ്ടാക്കുന്നില്ല എന്നുള്ള രീതിയിൽ. ബാക്കിയുള്ള ചാനലുകാരൊക്കെ സെയിൻസിനെയാണ് ഉണ്ടാക്കുന്നത്, വിശുദ്ധന്മാരായിട്ട് എല്ലാവരെയും കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ബാഡ് പീപ്പിളിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് സാറ് തന്നെ പറഞ്ഞു. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞതും ഇതും വെച്ച് നോക്കി കഴിയുമ്പോഴേക്കും എങ്ങനെയാണ് അത്? ഈ ബാഡ് പീപ്പിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആത്മാർത്ഥമായിട്ടുള്ള വെറുപ്പ് അല്ലെങ്കിൽ ഒരു പ്രത്യേക എനർജി ചില സാഹചര്യങ്ങൾ പ്രകടിപ്പിച്ച ആളുകളെ ബാഡ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിട്ടുണ്ട് സമൂഹം. ഇപ്പോൾ നിലവിളിക്കുന്ന ഒരു ഇരയെ, ഒരു റേപ്പ് കേസ് എടുക്കുക, നമ്മൾ ഒരു നിലവിളിക്കുന്ന ഇരയെ സമൂഹം കാണുന്നതും, പക്ഷേ ഒരു റേപ്പിസ്റ്റിനെ തല്ലി ചവിട്ടി കെടുത്തി തല ഉയർത്തി നിൽക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ സമൂഹത്തിൻ്റെ ഒരു ഗതി നോക്കിക്കഴിഞ്ഞാൽ ആ ധൈര്യം കാണിക്കുന്നവരെ എപ്പോഴും സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇൻഫ്ലുവൻഷ്യൽ ആളുകളെന്ന് പറയുന്ന മെജോറിറ്റി എപ്പോഴും ഇത്തരത്തിലുള്ള ക്രൈമിനൊക്കെ ഇന്റേണലി സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രതികരണശേഷിയുള്ള വെറുപ്പിൻ്റെ നിറങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിവുള്ള ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കും എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ ഒരു സാമൂഹ്യ വിരുദ്ധനെ സംരക്ഷിക്കും എന്നല്ല. സോ ഹൂവർ ഈസ് റേസിംഗ് ദ വോയിസ്, ദ പവർ, വി ആർ ദേർ ഫോർ ദം, ദാറ്റ്സ് ഓൾ. ഇപ്പോൾ പേടിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുമ്പോഴേക്കും അവിടെ ഒരു ഗുണ്ടായിസത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു റിഫ്ലക്ഷൻ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പം ബ്ലാക്ക് മെയിലിങ് എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറഞ്ഞു നടക്കാറുണ്ട് കർമ്മേനെ പറ്റിയിട്ട്. അപ്പോൾ ചിലപ്പോൾ അത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാം. പക്ഷെ ഒരു ഗുണ്ടായിസം കാണിച്ചിട്ട് എത്ര നാൾ ആ ഒരു ചാനൽ റൺ ചെയ്യാൻ പറ്റുന്നു? അതായത് ഞങ്ങൾ ഗുണ്ടായിസൊന്നും കാണിക്കാറില്ല, ഗുണ്ടകളെ ഭയമില്ല. ഞാൻ മുന്നേ പറഞ്ഞു, ഞങ്ങളെ ധാർമ്മികമായി പോകുന്ന ഞങ്ങളുടെ ആളുകളെ തടയാനോ എതിർക്കാനോ ശ്രമിച്ചാൽ ഞങ്ങൾ ക്രൈസ്റ്റ് പറഞ്ഞ പോലെ ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന രീതി ഞങ്ങൾക്കില്ല. ഞങ്ങൾ അത്യാവശ്യം നട്ടലുള്ള, അത്യാവശ്യം ചങ്കൂറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ വഴിക്ക് കുറുകെ എതിരെ നിന്നാൽ ഏത് പ്രതിയോഗിയാണ്, അവരുടെ രീതി എന്താണ്, അതിനനുസരിച്ചിട്ടുള്ള തക്ക മറുപടി കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളുടെ ശൈലി കണ്ടാൽ അത് മനസ്സിലാവും, ഞങ്ങളുടെ രീതികൾ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ പല അട്രോസിറ്റീസുകളും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്ന്, ചില മതഭ്രാന്തന്മാരുടെ ഭാഗത്തുനിന്ന്, ഇതൊക്കെ ഞങ്ങൾ നേരിട്ടില്ലേ. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞ പദം ഇപ്പോഴും എനിക്കെന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഞങ്ങളാരും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോകാറുമില്ല, ഞങ്ങളത് ചെയ്തിട്ടുമില്ല. പക്ഷെ അങ്ങനെ ഒരു ലോബി ഞങ്ങൾക്കെതിരെ വരികയും അവർക്ക് പ്രത്യേക ഫണ്ടിങ് ചില ആളുകൾ നടത്തുകയും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ സാധാരണക്കാരൻ്റെ ശബ്ദമായിട്ട് നിൽക്കുന്ന കർമ്മ ന്യൂസിന് അത്തരത്തിൽ ബ്ലാക്ക് മെയിലൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കേണ്ട ഗതികേടൊന്നുമില്ല. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ അറിയാം, ആ പണം കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്ന ആൾക്കാരുമാണ്. പിന്നെ അങ്ങനെ പറയുന്നവർക്ക് പറയാം, അത് അവർക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ. ഇപ്പോൾ ഞാൻ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പേപ്പർ കട്ടിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, സ്വപ്ന സുരേഷ് എന്താ പറയുക കർമ്മയിൽ എംപ്ലോയി ആണ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് CM-നെതിരാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ ഒരു പിക്ക് ചെയ്ത് എടുക്കുന്നതാണോ, വിവാദങ്ങളിൽ പെടുന്ന രീതിയിലേക്ക് പിക്ക് ചെയ്തെടുക്കുന്നതാണോ, അതോ അതിനെതിരാണെന്ന് കണ്ടിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പിക്ക് ചെയ്യണമെന്നാണോ? അതായത് സ്വപ്ന സുരേഷ് ഞങ്ങളുടെ EB ആണ്, എക്സിക്യൂട്ടീവ് ബിസിനസ് അഡ്മിനിസ്ട്രേറ്ററാണ്, സൗത്ത് ഇന്ത്യയുടെ ചാർജാണ്. സ്വപ്നയെ ഞാൻ പിക്ക് ചെയ്യാനുള്ള കാരണം അതാണല്ലോ ചോദ്യം. സ്വപ്ന എടുത്ത സ്റ്റാൻഡുകൾ, സ്വപ്നയെ വട്ടം ചുറ്റി ആക്രമിച്ച നിമിഷങ്ങൾ, ഇതിലൊക്കെ ആസ് എ വുമൺ അവരെടുത്ത സ്റ്റാൻഡ്, ആ നിലപാട്, ഗട്ട്സ്, അതുപോലെ തന്നെ സ്വപ്ന ആ ഒരു സിറ്റുവേഷനിൽ വന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ള ആൾക്കാരാണ്.
പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഷീസ് എ കറേജിയസ് വുമൺ. അതുകൊണ്ടാണ് ഞാൻ പരിഗണിച്ചത്. ഇൻറ്റ്യൂട്ടീവിൽ ചോദിക്കുകയാണെങ്കിൽ സംവേർ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയെ യൂസ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യപ്പെട്ടു എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇൻഡ്യൂഷൻ വൈസ് പ്രൊഫഷണലി കേരളത്തിലെ ഒരു പെണ്ണുങ്ങൾക്കും സ്വപ്നയോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. സച്ച് എ പ്രൊഫഷണൽ. അപ്പോൾ കർമ്മ ന്യൂസിലേക്ക് എടുത്തത് ഒരു പ്രൊഫഷണൽ ആയതുകൊണ്ടാണ്. ഞാൻ വ്യക്തിപരമായി സ്വപ്നയിൽ കണ്ട ക്വാളിറ്റി ഗട്ട്സ് ആണ്. ഇൻറ്റ്യൂട്ടീവായിട്ട് ഒരു ഇന്നസെന്റ് വുമൺ അവരെ ഏത് രീതിയിൽ ഈ സിസ്റ്റം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ I got some compassion also. So we give shoulder to such people, and she will grow. She will be one of the best in India, in the world, I'm sure. And now she became the blood and flesh of Karma News, and we will protect her. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾക്ക് വിഷയമില്ല. ആർക്ക് വേണമെങ്കിൽ വരാം. We are ready. We don't fear anybody. രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, പ്രവർത്തകരാവട്ടെ, ആര് വന്നാലും ഞങ്ങൾക്ക് വിഷയമല്ല. ഇപ്പോൾ ഒരു RSS ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു BJP ബാക്ക്ഗ്രൗണ്ട് ഉള്ള പോലെ നമുക്ക് പലപ്പോഴും അത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. അപ്പോൾ മാത്രമല്ല മുസ്ലിങ്ങളോടുള്ള ഒരു എതിർപ്പും അതിനകത്ത് കാണാൻ പറ്റും. അത് ഈ എന്താ മതപരമായിട്ടുള്ള ഈ ഭിന്നിപ്പും കാര്യങ്ങളൊക്കെ പേഴ്സണലി ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. പേഴ്സണലി എനിക്ക് അത് അങ്ങനത്തെ വാർത്തകൾ കേൾക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ വാർത്തകളോടുള്ള താല്പര്യമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഭിന്നിപ്പും കാര്യങ്ങളും വളർത്തിക്കൊണ്ട് വരുന്നത് അത്ര നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഒരിക്കലും ഒരു ഭിന്നിപ്പ് വളർത്തിയെടുത്തിട്ടില്ല. പിന്നെ RSS അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോഴേക്കും എന്താ പറയാ, ചില ഉള്ള വാർത്ത തന്നെ ആയിരിക്കാം, പക്ഷെ ബാക്കിയുള്ള ചാനലുകളെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കുറച്ചുകൂടി ഒരു മേളിൽ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എത്രമാത്രം കറക്റ്റ് ആണെന്നുള്ളത് എനിക്കറിയില്ല. ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, RSSും BJPയും ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നും സിസ്റ്റം അല്ല നമ്മുടെ. കർമ്മ ന്യൂസ് ഒരിക്കലും RSSനും BJPയും ഇന്ന് വരെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഭാരതത്തിൻ്റെ തനത് സംസ്കാരവും അതുപോലെ തന്നെ ദേശീയതയും ഉൾക്കൊള്ളുന്ന ചില പ്രസ്താവനകളും അതുപോലെ തന്നെ ചില രീതികളൊക്കെ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ കർമ്മ ന്യൂസ് ഇന്ന് വരെ RSSനെയോ BJPനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. BJPയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ തെറ്റ് ചെയ്താൽ അത് ഞങ്ങൾ എക്സ്പോസ് ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇതായിരുന്നു ചോദ്യം അല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. ഇനി രണ്ടാമത്തത്, ഞങ്ങൾ മുസ്ലിംസിനെതിരാണോ? അതാണ് ചോദ്യം. അങ്ങനെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മുസ്ലിംസിനെതിരല്ലല്ലോ. ഞങ്ങൾ മുസ്ലിംസിനെതിരല്ല. ഞങ്ങൾ ഭാരതത്തിലുള്ള ആർക്കും എതിരല്ല. പക്ഷേ മതമൗലികവാദം അതിനെതിരാണ്. മതഭ്രാന്ത് അതിനെതിരാണ്. തീവ്രവാദം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. എന്താണ് ഹിന്ദുയിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു? ഹിന്ദുയിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഹിന്ദു മതഭ്രാന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല അർത്ഥം. ഐ എം എ ബോൺ ഹിന്ദു. അപ്പം ഞാൻ വളർന്ന സംസ്കാരം, ഞാൻ കേട്ടറിഞ്ഞ, മനസ്സ് തൊട്ടറിഞ്ഞ സംസ്കാരം, അതിനോട് എനിക്ക് ബഹുമാനമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഹിന്ദു തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമില്ല. ഹിന്ദു എന്നല്ല, ഒരു മത തീവ്രവാദിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. അപ്പം ഞങ്ങളുടെ വാർത്തകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിനെ അരക്ഷിതമാക്കുന്ന രീതിയിൽ ചില നിലപാടുകൾ ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചെയ്യുന്നത് കൊണ്ട്, അതിൽ അവർ മതത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവർക്കെതിരെ വാർത്തകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു രീതി ജനങ്ങൾ ചിന്തിക്കാം. കാരണം ഞങ്ങൾ അവർക്കെതിരാണ്. പക്ഷേ നമ്മളൊരു കമ്മ്യൂണിറ്റിക്ക് എതിരല്ല, ഒരു റിലീജിയനെതിരല്ല. പക്ഷേ ഒരാളും ഭാരതത്തിൽ തീവ്രവാദ ശക്തിയായിട്ട് വളരാൻ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല. ഞങ്ങളുടെ സ്റ്റാൻഡാണത്. അത് 100% ഞങ്ങളുടെ സ്റ്റാൻഡാണ്. അപ്പോൾ ആരും മതഭ്രാന്ത് കൊണ്ട് കേരളത്തിൽ വരണ്ട. ഇപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു, പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക മതക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവർക്കെതിരെ ന്യൂസുകൾ ഉണ്ടാക്കി അങ്ങനെ നിൽക്കുന്ന ന്യൂസ് ചാനൽസ് ഉണ്ടാവും. വ്യാജ വാർത്തകൾ ചെയ്യരുത്. അല്ലെങ്കിൽ പ്രത്യേക പാർട്ടിയോട് മാത്രം ചായവെള്ള അതും ചെയ്യാൻ പാടില്ല. നമ്മൾ ശരി എവിടെ തെറ്റെവിടെ, തെറ്റെന്ന് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ വാർത്ത ചെയ്യാൻ എല്ലാവർക്കും ഭയമാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? ആ മേഖലയിലേക്ക് ശ്രദ്ധ കൂടുതൽ കൊടുത്തു. അതുകൊണ്ടാണ് ഇയാൾ പറഞ്ഞപ്പോൾ കൂടുതൽ വാർത്തകൾ എന്നൊരു പരാമർശം ഉണ്ടായത്.
കൂടുതൽ വാർത്തകൾ ചെയ്യുമ്പോൾ അവർക്ക് തോന്നാം ഞങ്ങളുടെ ഐഡന്റിറ്റി ഇതാണെന്ന്, ഇവർക്കെതിരെ മാത്രം. അങ്ങനെയല്ല. ഇപ്പോൾ ഞങ്ങളൊരു വാർത്ത ചെയ്തു. ഇപ്പോൾ ഒരു IS ബന്ധപ്പെട്ട ഒരുത്തൻ, അവൻ ചിലപ്പോൾ അവൻ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക, ഇല്ലാതിരിക്കാം, ഒക്കെ ഉണ്ടാവാം. പക്ഷെ അനുഭവമുള്ള ഒരുത്തൻ ഈ വാർത്ത ചെയ്ത ആളെ വിളിച്ച് ഭീഷണിപ്പെടുത്താണ്. സ്വാഭാവികമായിട്ട് അവർ ഇൻസെക്യൂർഡ് ആവും. അവർ ചിലപ്പോൾ പറയും നിന്റെ കുടുംബത്തിലുള്ളവർ കൊല്ലുമെന്ന് പറയും. പക്ഷെ അതും കൊണ്ട് സോമദേവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യമില്ല. ഐ എം ടെല്ലിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. Okay? If someone belongs to ISIS, if someone belongs to such people, don't call me because we don't fear such people. അതുകൊണ്ട് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കേരളത്തിലോ ഭാരതത്തിലോ വന്നാൽ അത് പൊതുജനത്തിനെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ചെയ്യും. അതിന് ബ്ലഡ് കൊടുക്കേണ്ടു എന്ന് ഞങ്ങൾ കൊടുക്കും പൊതുജനത്തിന് വേണ്ടി. ഇപ്പോൾ ഇപ്പോൾ സാറ്റലൈറ്റ് ചാനൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് ചാനൽസ് ഇപ്പോൾ റണ്ണിങ് ആണ്. ഇപ്പോൾ ഒരുപാട് ന്യൂസ് ചാനൽസ് റണ്ണിങ് ആണ്. പലതും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചാനലായിരിക്കും, അല്ലെങ്കിൽ അവരോട് ആ ഒരു ചായ്വുള്ള ചാനലുകളായിരിക്കും കൂടുതലുള്ളത്. അപ്പോൾ ഈ കർമ്മയിലെ ലോഞ്ചും സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇനി അതിൻ്റെ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്? ഞങ്ങൾ സീരിയസ് ജേർണലിസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു കേരളത്തിന്. പാവം ജേർണലിസ്റ്റുകളെ ബഫൂണുകളാക്കി സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്ത് ചെയ്യുന്ന ചില ചാനൽ മുതലാളിമാരൊക്കെ കേരളത്തിലുണ്ട്. അവർക്കൊരു വലിയ വെല്ലുവിളിയായിരിക്കും കർമ്മ ന്യൂസ്, ഒരു സംശയം വേണ്ട. അപ്പോൾ മൂല്യച്യുതി വന്ന എന്താ പറയുക, ആ ജേർണലിസം, ആ സീരിയസ് ജേർണലിസത്തെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. ഞാൻ ബെറ്റ് ചെയ്യാം ഇവിടെയുള്ള എല്ലാ ജേർണലിസ്റ്റുകളും ഡിസാറ്റിസ്ഫൈഡ് ആണ്. അവരുടെ മനസ്സ് മരവിച്ചു കഴിഞ്ഞു. അവർ പഠിച്ചതല്ല ഇപ്പോൾ ചെയ്യുന്നത്. ചിങ്കാരി മേളത്തിൻ്റെ ഒപ്പം താളം തുള്ളേണ്ടി വരുന്ന ഒരു ജേർണലിസ്റ്റിൻ്റെ അവസ്ഥ, ഒരു എൻ്റർടൈനർ ആവണം എന്ന് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന മാനേജ്മെൻറ്റ്, ഇതിൻ്റെ ഉള്ളിലെല്ലാം ഇഴുകി ജീവിക്കുന്ന, വേദനിച്ച് ജീവിക്കുന്ന ആ ജേർണലിസ്റ്റുകൾക്ക് ഒരു കൈത്താങ്ങായിട്ട് കണ്ടന്റ് ഡ്രിവൻ മെക്കാനിസത്തിലൂടെ ഞങ്ങൾ ജേർണലിസത്തെ തിരിച്ചു കൊണ്ടുവരും. മൂല്യച്യുതി വന്ന ജേർണലിസം, ആ പഴയ സീരിയസ് ജേർണലിസം, നായനാർ കരുണാകരൻ കാലഘട്ടങ്ങളിലൊക്കെ, അതൊക്കെ ഞങ്ങൾ ചെറുതാണ് എങ്കിലും ആ കാലഘട്ടത്തിൽ മാധ്യമത്തിൻ്റെ അപ്രോച്ചും ഇപ്പോഴത്തെ അപ്രോച്ചും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ജനം ഇന്ന് കൺഫ്യൂസ്ഡ് ആണ്, ആരാണ് ശരി ആരാണ് തെറ്റ്. ആ ശരിയുടെ ഭാഗം നിന്നുകൊണ്ട് എല്ലാ നല്ല ജേർണലിസ്റ്റുകൾക്കും അവസരം കൊടുത്തുകൊണ്ട് പുതിയൊരു മുന്നേറ്റം നമ്മൾ കേരളത്തിലുണ്ടാക്കും, ഒരു സംശയം വേണ്ട. ഓക്കെ, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞല്ലോ ബാക്ക് ടു ഒരു ജേർണലിസ്റ്റിൻ്റെ ട്രാക്കിലേക്ക് തന്നെ കൊണ്ടുവരികയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനിടയ്ക്ക് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ ചാനൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ഒരു സംസാര ശൈലിയിൽ തന്നെ നമുക്കത് കറക്റ്റായിട്ട് ഒരു ജേർണലിസം മോഡിലേക്ക് തന്നെ അത് പോകുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കറിയില്ല ആളുകളുടെ ടേസ്റ്റ് മാറിയോ എന്നുള്ളത്. ഒരു തമാശ രീതിയിൽ ഒരു ജേർണലിസം പാറ്റേണിൽ ആ ഒരു രീതിയിലാണ് അവർ വാർത്തകൾ പ്രസൻറ്റ് ചെയ്യണതും അതുവഴി റീച്ച് കൂട്ടുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കണ്ടുവന്നിട്ടുള്ളത്. സാറ് നേരത്തെ പറഞ്ഞ പോലെ ചെണ്ടമേളത്തിൻ്റെ കൂടെയും അത് ഒരു എൻ്റർടൈൻമെൻറ്റ് ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു വീഡിയോ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സുജയ പാർവതിയാണെന്ന് തോന്നുന്നു. മരിച്ചു കിടക്കുന്ന അതായത് ഉമ്മൻചാണ്ടി മരിച്ചു കിടക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇത് വളരെ ഇമോഷണലായിട്ടാണ്. അതിന് നെഗറ്റീവായിട്ടും ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടി ആയതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഉള്ള രീതിയിലും ഒരുപാട് കമൻസ് ഒക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണോ പക്ക ജേർണലിസം എന്ന് പറയുന്നത്? ഈ സുജയെ സംബന്ധിച്ചിടത്തോളം സുജയ എത്രത്തോളം ഹാപ്പിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നുള്ളത് എനിക്കറിയില്ല. ഇറ്റ്സ് ഹെർ പേഴ്സണൽ മാറ്റർ. പക്ഷേ ഇപ്പോഴുള്ള ശൈലി മാറ്റി വളരെ നീതിയുക്തമായി ധാർമ്മികമായി പൊതുജനത്തിൻ്റെ ഒപ്പം നിന്ന് വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതി സുജയ ഏത് കാലത്താണോ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഇനിയുള്ള കാലത്തിൽ തീർച്ചയായിട്ടും കർമ്മ ന്യൂസിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരാം, വെൽക്കം. പക്ഷേ സുജയ എന്ന സെലിബ്രിറ്റി ജേർണലിസ്റ്റിൻ്റെ ഉദയം ഇപ്പം നിലനിൽക്കുന്ന രീതി, ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ജനറലി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് വളരെ സീരിയസ് ആയിട്ട് പഠിച്ച് രൂപപ്പെട്ട ഒരു ജേർണലിസ്റ്റ്, ആ ജേർണലിസ്റ്റിനെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എന്നൊരു സംവിധാനമുണ്ടാക്കി അതിലൂടെ കടത്തി വിട്ടുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ടോ ഇല്ലാതെയോ
ഇത്തരത്തിലുള്ളൊരു പ്രവണത മനസ്സിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ജേർണലിസത്തിൽ ഈ സെലിബ്രിറ്റി ജേർണലിസത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഒരു ലോബി, ഒരു ബിസിനസ് ലോബി ഉണ്ടെങ്കിൽ അത് കേരളത്തിനോട് പറയുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് സെലിബ്രിറ്റി ജേർണലിസം ആസ്വദിച്ചുകൊണ്ട് ജേർണലിസ്റ്റുകൾ ഇത്തരത്തിലൊരു അപ്രോച്ച് ചെയ്താൽ ഐ വിൽ സേ ഇറ്റ് ആസ് എ ക്രൈം, എ സിൻ. ബിക്കോസ് ഒരുപാട് ത്യാഗം സഹിച്ച, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല ജേർണലിസ്റ്റുകളെ സൃഷ്ടിച്ച മണ്ണാണ് കേരളം. ആ ജേർണലിസത്തിന് വലിയൊരു കോട്ടം തട്ടിക്കുന്ന ഈ രീതി വ്യക്തിപരമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. ഇനിയും മാറാൻ സമയമുണ്ട്. പൊതുജനത്തിന് ആവശ്യം എൻ്റർടൈൻമെൻ്റ് അല്ല, അത് സിനിമയുണ്ട്. രാഷ്ട്രീയവും മാധ്യമവും ഒരു കോയിൻ്റെ രണ്ട് സൈഡുകളാണ്. രാജ്യം ഭരിക്കുന്ന ആളുകളാണ് രാഷ്ട്രീയക്കാർ. അതിൻ്റെ പോരായ്മകളും മറ്റു കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ചൂണ്ടിക്കാണിക്കുന്ന സംവിധാനമാണ് മാധ്യമം. അത് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ ഒരു സീരിയസ്നെസ് ഇപ്പോഴുള്ള ജേർണലിസ്റ്റുകൾക്ക് നഷ്ടപ്പെട്ടു എന്നെനിക്ക് തോന്നാറുണ്ട്. ഇത്തരം ഒരു രീതി ഒരു മാറ്റിയെടുക്കേണ്ടതാണ്. ആളുകളുടെ ടേസ്റ്റ് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആളുകളുടെ ടേസ്റ്റ് മാറിയിട്ടുണ്ട്, പക്ഷേ ജേർണലിസ്റ്റുകളുടെ ടേസ്റ്റ് അങ്ങനെ മാറേണ്ട കാര്യമില്ല. ഒരുപാട് ഇന്നോവേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിം അല്ല ജേർണലിസ്റ്റിൻ്റെ ഫ്രെയിം. ജേർണലിസ്റ്റിൻ്റെ ഫ്രെയിം എന്താണ്? വസ്തുതകൾ ചൂണ്ടിക്കാണിച്ച് വാർത്തകൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സാഹചര്യം വന്നാൽ അത് വാർത്തകളിലൂടെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തം. ഇത്രയേ ഉള്ളൂ ജേർണലിസം, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ചെയ്യേണ്ട കടമ. അല്ലാതെ ഇപ്പോൾ നയൻതാരയാവാനും അല്ലെങ്കിൽ എന്താണ് മഞ്ജു വാര്യർ ആവാനൊക്കെ എന്തിനാണ് അതിന് തുനിയുന്നത്? ജനം അതല്ല ആഗ്രഹിക്കുന്നത്. ജനം ഒരു വാർത്താ ചാനലിലൂടെ കാണാൻ ആഗ്രഹിക്കുന്ന, അവരെ ബന്ധപ്പെടുത്തി നിൽക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അറിയാനാണ്. ഇന്ന് വരുന്ന തലമുറയ്ക്ക് അതെന്താണെന്ന് അറിയുന്നില്ല. സിനിമ കാണുന്ന അതേ ലാഘവത്തോട് കൂടിയിട്ട് വാർത്താ ചാനൽ കാണുന്ന സാഹചര്യം വളരെ അപകടകരമാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിനെയും വാർത്താ ചാനലിനെയും വേർതിരിച്ച് രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നിലവിലെ ഡിപ്രസ്ഡ് ആയിട്ട്, ഇപ്പോൾ ഞാൻ ആ വേർഡ് ഉപയോഗിക്കും, മാറി നിൽക്കുന്ന ജേർണലിസ്റ്റുകൾക്കും ഞങ്ങളിപ്പോൾ ഉള്ളവർക്കും ഉണ്ട് എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.